Today's word of God is from Matthew chapter 21, verse 42. Jesus said to them, "Did you never read in the scriptures, the stone that the builders rejected has become the cornerstone? By the Lord has this been done, and it is wonderful in our eyes." Today's word of God reveals to us that we are called to accept Jesus as the foundation of our lives and recognize the marvelous work of God in His plan of redemption. Jesus identified Himself as the stone the builders rejected, the builders representing the religious leaders who refused Him as the Messiah. Yet, God exalted Jesus as the cornerstone, showing that human rejection could not stop God's plan. Through Jesus' suffering, crucifixion, and resurrection, Christ became the foundation of the church and the source of salvation. It teaches that God's purposes cannot be stopped by human rejection. Similarly, if we feel alone, rejected, betrayed, hated without a reason, my dear brothers and sisters, do not be depressed or afraid, because our Lord Jesus Christ was also rejected by many and became the cornerstone of faith, who is with us and will exalt us in due time. Amen. St. Colette Boylet, pray for us. Ave Maria, praise you Jesus. ഇന്നത്തെ വചനവായന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 42 വാക്യം. യേശു അവരോട് പറഞ്ഞു, "വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു" എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? യേശുക്രിസ്തുവിനെ ജനനേതാക്കളും ഫരിസേയരും എല്ലാം ഉപേക്ഷിച്ചെങ്കിലും ദൈവം യേശുക്രിസ്തുവിനെ സഭയുടെ മൂലക്കല്ലായി ഉയർത്തി. അതെ, മനുഷ്യർ ഉപേക്ഷിച്ചത് ദൈവിക പദ്ധതി പ്രകാരം ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത് ഒരുപക്ഷെ ഒരു വിരോധാഭാസമായി തോന്നിയേക്കാം. മാനവരാശിയുടെ രക്ഷയ്ക്കു വേണ്ടി ദൈവം യേശുക്രിസ്തുവിനെ ദൈവിക പദ്ധതി പ്രകാരം ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തി. മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ട യേശുക്രിസ്തു എല്ലാവിധ പീഡനങ്ങൾക്കും അവഹേളനങ്ങൾക്കും കുരിശുമരണത്തിനും വിധേയനായി. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട കല്ലായ യേശുക്രിസ്തു തന്റെ ഉത്ഥാനത്തിലൂടെ സഭയുടെ കേന്ദ്ര ബിന്ദുവായി തീർന്നു. മത്തായി 21:42 നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ ആരെല്ലാം വെറുത്താലും പരിഹസിച്ചാലും കബളിപ്പിച്ചാലും അപവാദം പറഞ്ഞു പരത്തിയാലും തിരസ്കരിച്ചാലും പീഡിപ്പിച്ചാലും കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തിയ പിതാവ് നമ്മെയും കാത്തുകൊള്ളും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദുവായ അഭയശിലയായ യേശുക്രിസ്തുവിനെ മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ യേശുവിൽ സ്ഥാപിച്ച് ദൈവത്തിന്റെ വിസ്മയാവഹമായ അത്ഭുതകരമായ കരുതലിനെയും രക്ഷാപദ്ധതിയെയും തിരിച്ചറിഞ്ഞ് ധൈര്യത്തോടെ മുന്നേറാം. വിശുദ്ധിയായ കോളറ്റ് ബോയ്ലറ്റ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ആവേ മരിയ, പ്രൈസ് യു ജീസസ്. ആമേൻ.